അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന സുനിൽ പേരെടുത്ത് തന്നെ പറയുക, ഇനി പോലീസുകാരെ അങ്ങനെ തന്നെ കൈകാര്യം ചെയ്യാനാണ് തീരുമാനം. ഈ സമരവുമായി ഇങ്ങോട്ട് വന്നപ്പോ അവിടെ നിൽക്കുന്ന 3 നക്ഷത്രം വെച്ചിരിക്കുന്ന ഏമാൻ സർക്കിൾ ഇൻസ്പെക്ടർ, പേര് വായിക്കാൻ കഴിയുന്നില്ല, അയാളുടെ മുളയുടെ ലാത്തിയാണ് ഇരിക്കുന്നത്. ഏമാനെ വീട്ടിൽ പോയിട്ട് പോലീസ് മാനുവൽ ഒന്നുകൂടെ എടുത്ത് വായിക്കണം. മുളയുടെ ലാത്തിയൊക്കെ പോലീസ് മാനുവലിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ട് കാലം കുറയായി. എന്നിട്ടും ഏമാന് ഈ ദണ്ട് എവിടുന്നാ കിട്ടിയെന്നൊന്ന് അറിയണം. അതെടുത്ത് ഉപയോഗിക്കാനാ തീരുമാനമെങ്കിൽ പെൻഷൻ വാങ്ങില്ല എന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിലേക്ക് പോകുന്നു, റിമാൻഡിലേക്ക് പോകുന്നു. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ജാമ്യാപേക്ഷ കോടതി പരിഗണിച്ചിട്ടില്ല. ഈ ഓപ്പൺ സാധാരണ നേരത്തെ അന്ന് സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ ഉള്ള ജഡ്ജിമാരുടെ വീട്ടിലെത്തി, മജിസ്ട്രേറ്റിന്റെ വീട്ടിലെത്തി ജാമ്യാപേക്ഷ സമർപ്പിച്ചാൽ സാധാരണ ഒരു പരിഗണിക്കുന്ന ഒരു പതിവില്ല, വാദപ്രതിവാദങ്ങൾ ഉണ്ടാകുന്ന പതിവില്ല. ആ പതിവ് ഇത്തവണയും നടന്നിരിക്കുന്നു. രാഹുലിന്റെ കേസിൽ ജാമ്യാപേക്ഷ പരിഗണിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് കോടതി എത്തിയിരിക്കുന്നു. അങ്ങനെയാണ് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. മാവേലിക്കര സബ് ജയിലിലേക്കാണ് രാഹുലിനെ മാറ്റുന്നത്. ഈ കേസ് തിരുവല്ല കോടതിയിലേക്കായിരിക്കും പരിഗണിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും അടുത്ത ജയിൽ എന്ന നിലയിൽ മാവേലിക്കര സബ് ജയിലിലേക്ക് മാറ്റാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ മാവേലിക്കര സബ് ജയിലിലേക്ക് മാറ്റും. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിക്ക് എംഎൽഎക്ക്, പാലക്കാട് എംഎൽഎക്ക് ജാമ്യമില്ല. അയാൾ ജയിലിലേക്ക് പോകുന്നു, ഇരുമ്പഴിക്കുള്ളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. ആദ്യ കേസുണ്ടായ സമയത്ത്, ആദ്യ ലൈംഗിക പീഡന പരാതി ഉണ്ടായ സമയത്ത് 10 ദിവസം ഒളിവിൽ കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് ജാമ്യം അനുവദിക്കുന്നത് ശരിയായ രീതിയല്ല. അത് സമൂഹത്തിന് തെറ്റായ സമീപനം നൽകും. റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ സാധ്യതയുള്ള ആളാണ് ഈ പ്രതി, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ. നേരത്തെ അതിജീവിതയെ ഭീഷണിപ്പെടുത്തിയ ഒരു വ്യക്തിയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പരാതി നൽകുമെന്ന് പറഞ്ഞ സമയത്ത് അതിജീവിതയെ ഭീഷണിപ്പെടുത്തിയ ഒരു വ്യക്തിയാണ്. ജാമ്യം നൽകി കഴിഞ്ഞാൽ സ്വാഭാവികമായും അത്തരത്തിൽ ഭീഷണിപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. ആക്രമണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിജീവിതയുടെ അച്ഛനെയും അമ്മയും സഹോദരനെയും അടക്കമുള്ള ആൾക്കാരെ ആക്രമിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ വ്യക്തിയാണ്. പലതരത്തിലുള്ള ലൈംഗിക പീഡനം അടക്കമുള്ള നടത്തിയ വ്യക്തിയാണ്. നേരത്തെ സമാനമായ രീതിയിലുള്ള കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്. ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കുന്നത് ശരിയാവില്ല എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. ആ വാദങ്ങൾ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ 14 ദിവസത്തേക്കാണ് ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. അടിപൊളി കളിയായിരുന്നു. പിന്നല്ല, പൊളിച്ചു. മലയാളികൾ ഇപ്പോൾ ഇവിടുത്തെ പിണറായിസ്റ്റ് ഭരണത്തെ കാണുന്നത് വടക്കൻ കൊറിയയുടെ കിങ് ജോങ്ങിൻ്റെ ഭരണത്തെ പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ശരിക്കും ജനങ്ങൾ ഇവിടുത്തെ ഈ ഭരണകൂട ഭീകരതയ്ക്കെതിരെ അതിശക്തമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഗ്രൗണ്ട് റിയാലിറ്റിയിൽ നിൽക്കുന്ന എല്ലാ വ്യക്തികൾക്കും അത്തരം കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ഈ 90% വരുന്ന ജനങ്ങളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രതിപക്ഷത്തെ പ്രതീക്ഷയോട് കൂടി കാണുന്നത്. ആ പ്രതിപക്ഷത്തെ പ്രതീക്ഷയോട് കൂടി കാണുമ്പോൾ ആ പ്രതിപക്ഷത്തിൻ്റെ നിരയിൽ അതിശക്തനായിട്ടുള്ള യുവ നേതാവായ രാഹുൽ മാങ്കൂട്ടത്തെക്കൂടെ കൂടി ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രതിപക്ഷത്തെ മാത്രമേ പൊതുസമൂഹം പ്രതീക്ഷയോട് കൂടി കാണുന്നുള്ളൂ. രാഹുൽ മാങ്കൂട്ടം ഇല്ലാത്ത ഒരു പ്രതിപക്ഷമാണ് എങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞവരെ നല്ല അതിശക്തനായിട്ടുള്ള ഒരു സെൻട്രൽ ഫോർവേഡ് കളിക്കാരനില്ലാത്ത ഫുട്ബോൾ ടീമിൻ്റെ ഒരു ഗെയിം പ്ലാൻ പോലെയായി പോകും എന്നുള്ള കാര്യത്തിനകത്തും പൊതുസമൂഹം വിലയിരുത്തുന്നുണ്ട്. അതിനകത്ത് ഇപ്പം അവസാനമായിട്ട് പറഞ്ഞു വെക്കാനുള്ള ഒരൊറ്റ കാര്യം ഇത്രേ ഉള്ളൂ. അതായത് ഈ രാഹുൽ മാങ്കൂട്ടം കൂടി ഉൾപ്പെടുന്ന ടീമാണെങ്കിൽ ഇവിടെ യാതൊരുവിധ PR വർക്കും വേണ്ട, യാതൊരു കനകോലുമാരും വേണ്ട. ഇതൊന്നും ഇല്ലെങ്കിൽ പോലും ഇവിടെ UDF അതിശക്തമായിട്ട് ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേക്ക് കടന്നു വരും. അതിന് യാതൊരുവിധ ബുദ്ധിമുട്ടുകളുമില്ല. ഏകദേശം ഒരു 100-120ഓളം സീറ്റുകൾ വരെ നേടാനുള്ള എല്ലാ സാഹചര്യവും ഇപ്പം നിലവിലുണ്ട്. കാരണം അതിശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം. കഴിഞ്ഞ ദിവസം പോലും കൂടെ ഒരു വീണാഭിനയം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ്. നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ കണ്ണൂരിൽ റെയിൽവേ സ്റ്റേഷനിലുണ്ടായിരുന്ന ഒരു അഭിനയം. ആ അഭിനയത്തിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ പിണറായിസ്റ്റുകൾ ആകെ നാണം കെട്ടിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. വീണ ജോർജിന് ഇനിയിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണ്ഡലത്തിൽ നിന്ന് പോലും മത്സരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു.
അതിനെ ചുക്കാൻ പിടിച്ചതിനകത്തുള്ള നമ്മുടെ നിയമസഭാ സ്പീക്കറായിരുന്ന ശ്രീ AM ഷംസീറിൻ്റെ ആ ഒരു നിലപാട് പോലും കൂടെ വളരെയധികം അപഹാസ്യമാക്കപ്പെട്ടു. അതോടൊപ്പം തന്നെ നമ്മുടെ സഭാ നേതാവായ ശ്രീ നമ്മുടെ പിണറായി വിജയൻ അവറുകൾ അന്നേ ദിവസം കണ്ണൂർ ഈ വീണാർ ജോർജിനെ അഡ്മിറ്റ് ചെയ്തിരുന്ന ഹോസ്പിറ്റലിൽ പോയി കണ്ട കാര്യവും അവിടെ വെച്ച് നടത്തിയിരുന്ന വാർത്താ സമ്മേളനം അല്ലെങ്കിൽ പത്രക്കാർക്ക് കൊടുത്തിരുന്ന ബൈറ്റും ഒക്കെ ഇവിടെ പൊതുസമൂഹത്തിൽ എത്രമാത്രം കോലാഹലം ഉണ്ടാക്കി. അതിനോടൊപ്പം കൊല്ലത്ത് നടത്തുന്ന DYFIയുടെ ഒരു നേതാവും ഡോക്ടറേറ്റും ഒക്കെ ഉണ്ടെന്ന് പറയുന്ന ചിന്താ ജെറോമിൻ്റെ നേതൃത്വത്തിൽ നടന്ന അപഹാസ്യമായ മുദ്രാവാക്യം വിളികളും ആ പോർവിളികളും ഒക്കെ ചിന്താ ജെറോമിന് എത്രമാത്രം ഡാമേജ് ഉണ്ടാക്കി, പിണറായിസ്റ്റുകൾക്ക് മൊത്തത്തിൽ എത്രമാത്രം ഡാമേജ് ഉണ്ടാക്കി, ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഓരോ ദിവസം ആവർത്തിക്കപ്പെടുന്ന കാര്യമാണ്. കാരണം ഒരിക്കലും ഒരു മനുഷ്യ സമൂഹത്തിന് അല്ലെങ്കിൽ സ്ത്രീ പക്ഷത്ത് നിന്നുകൊണ്ട് സംസാരിക്കുന്നു എന്ന് പ്രവർത്തിക്കുന്നു എന്ന് ആവർത്തിച്ച് പറയുന്നവരുടെ വായിൽ നിന്ന് തന്നെ അവരുടെ സ്വന്തം അനുഭവം എന്ന പോലുള്ള കടന്നു വന്ന മുദ്രാവാക്യം അച്ഛനില്ല നേരത്ത് അമ്മയ്ക്കുണ്ടായ പട്ടികളെ, അച്ഛനില്ല നേരത്ത് അമ്മയ്ക്കുണ്ടായ നാറികളെ എന്നൊക്കെ വിളിച്ചു പറഞ്ഞ ആ മുദ്രാവാക്യങ്ങളൊക്കെ എത്രമാത്രം ഈ അവമതിപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, പൊതുസമൂഹത്തിൽ എത്രമാത്രം ഡാമേജ് ഉണ്ടാക്കിയാണ് അത് വരുത്തി വച്ചിരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഈ ഭരണകൂട ഭീകരതയുടെ ഒരു യഥാർത്ഥ മുഖമായിട്ട് കാണുമ്പോൾ പോലും കൂടെ ഇവിടെ ജനങ്ങൾ പ്രതീക്ഷയോടെ കാണുന്ന പ്രതിപക്ഷത്തിൻ്റെ നിരയിൽ അതിശക്തനായ രാഹുൽ മാക്കൂട്ടം കൂടി ഉൾപ്പെട്ട് നിൽക്കുമ്പോൾ മാത്രമേ അത് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് പ്രതിപക്ഷത്തിന് ഉയരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ രാഹുൽ മാക്കൂട്ടത്തെ ഏതെങ്കിലും രീതിയിൽ സ്വയം പിന്നിലേക്ക് വലിപ്പിച്ചുകൊണ്ട് ഏതെങ്കിലും നാടകങ്ങൾ ഇനി അരങ്ങേറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എത്ര നല്ല കോമഡി നടനാണെങ്കിൽ പോലും കൂടെ അവസാനം വെറും കോമഡിയായി അവശേഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെടും. അതുകൊണ്ട് തന്നെ അത്തരം ചിന്തകൾ ആർക്കും ഉണ്ടാവാതിരുന്നു കഴിഞ്ഞാൽ ഏറ്റവും നന്നായിരിക്കും. കാരണം ഈ നമുക്കറിയാം ഇവിടെ പിണറായിസ്റ്റിൻ്റെ അപ്പസ്തോലനായിട്ടുള്ള ശ്രീ പിണറായി വിജയൻ തന്നെ ഏതെല്ലാം രീതിയിൽ കളിക്കാനും അദ്ദേഹത്തിന് അറിയാം. കാരണം ഇവിടെ സംഘപരിവാറിനെതിരെ നിരന്തരം പ്രസംഗിക്കുന്നു എന്നുള്ളതല്ലാതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സംഘപരിവാർ ഭരണം നടത്തുന്നതിന് തുല്യമാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന പിണറായിസ്റ്റ് ഭരണം എന്നുള്ളതും ഇവിടെ പൊതുസമൂഹം തിരിച്ചറിയുന്നത് കൊണ്ട് തന്നെ പലവിധ അടികളികളും പല വിധത്തിലുള്ള അടിയൊഴുക്കുകളും നടത്താൻ പിണറായിസ്റ്റുകൾക്ക് സാധിക്കും എന്നുള്ളത് ഇവിടുത്തെ പ്രതിപക്ഷം കൂടി തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.